ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു. അതിനുശേഷം ഒന്നിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. കേൾക്കുമ്പോൾ തന്നെ നെഞ്ച് തകരുന്ന ഒരു വാർത്ത. അത് കേട്ടാണ് നമ്മൾ ഇന്ന് ഉണർന്നത്. മൂവാറ്റുപുഴയാറിന്റെ ആഴങ്ങളിലേക്ക് ഒരു കുടുംബം ഒന്നടങ്കം ഒലിച്ചുപോയ വാർത്ത. പായിപ്ര സ്വദേശിയായിട്ടുള്ള നാരായണൻ, അദ്ദേഹത്തിന്റെ ഭാര്യ വിജി, 2 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ്, പിന്നെ അവരുടെ മൂത്ത മകള്, ചെറിയ കുട്ടികള്. ആ കുടുംബത്തിലെ 4 പേരും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല. മകളുടെ ശരീരം കിട്ടിയിട്ടില്ല, പക്ഷെ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. ഈ വാർത്ത കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു വിങ്ങലാണ്. അതിനേക്കാളേറെ വലിയൊരു അമർഷമുണ്ട്. ആ അമർഷമാണ് ഉയരുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ഒരു നാട് മുഴുവൻ ഡിജിറ്റൽ ആണെന്നും അതിവേഗം വികസിക്കുകയാണെന്നും ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കിയെന്നും നമ്മൾ വലിയ വികസന മാതൃകകൾ ഭരണ നേട്ടങ്ങളായി കൊട്ടിഘോഷിക്കുമ്പോഴാണ് തൊട്ടടുത്ത് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഒരു കുടുംബം ഒന്നടങ്കം മരണത്തിലേക്ക് നടന്നുപോയത്. നമ്മളിന്ന് ഗൗരവമായി ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഓരോ വാർഡിലും ജീവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ തിരിച്ചറിയാനും അവരുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കി അവരെ സഹായിക്കാനും ജനപ്രതിനിധികൾക്ക്, പ്രത്യേകിച്ച് വാർഡ് മെമ്പർമാർക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജനപ്രാതിനിധ്യം? എന്തിനാണ് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, ജനങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ കയറുന്നവര്, വോട്ട് ചോദിക്കാൻ മാത്രം വീടുകളുടെ ഉമ്മറപ്പടികൾ കയറിയിറങ്ങുന്നവര്, സ്വന്തം വാർഡിലെ ഒരു കുടുംബം പട്ടിണി കിടന്ന് മരിക്കാൻ പോകുന്ന കാര്യം അറിഞ്ഞതേ ഇല്ല എന്ന് പറയുന്നത് എത്രത്തോളം വലിയ ക്രൂരതയാണ്, എത്രത്തോളം വലിയ അനാസ്ഥയാണ്. നമ്മുടെ നാട് വലിയ വികസനങ്ങളിലേക്ക് കുതിക്കുകയാണെന്ന് വീമ്പ് പറയുമ്പോഴും പാവപ്പെട്ടവന്റെ വയററിയാതിരിക്കാൻ ഇവിടെ എന്ത് സുരക്ഷാ സംവിധാനമാണുള്ളത്? നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒക്കെ പേര് പറഞ്ഞ് പാവപ്പെട്ടവനെ പീഡിപ്പിക്കുന്ന ചില അനാവശ്യ നിയമങ്ങൾ ഇവിടെ ഇന്നും യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നുണ്ട്. സാധാരണക്കാരന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാൻ ഇവിടെ 1000 ചട്ടങ്ങളാണ്. എന്നാൽ വിശക്കുന്നവന് 2 കിലോ അരി കൊടുക്കാൻ ഇവിടെ ഒരു നിയമവുമില്ല. വീടും സ്ഥലവും ഉള്ളവന് മാത്രം റേഷൻ കാർഡ് നൽകുന്ന, മുൻഗണനാ കാർഡുകൾ നൽകുന്ന ഈ വിചിത്രമായിട്ടുള്ള ഈ വ്യവസ്ഥിതി യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണ് രൂപീകരിച്ചിരിക്കുന്നത്? സ്വന്തമായി 1 ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത, തലചേക്കാൻ ഇടമില്ലാത്ത, വാടക കൊടുക്കാൻ പോലും വകയില്ലാത്ത, തെരുവിലേക്ക് ഇറക്കപ്പെടാൻ പോകുന്ന ആ പാവങ്ങൾ എവിടെ പോയി റേഷൻ കാർഡിന് അപേക്ഷിക്കുമെന്നാണ്? അവർക്ക് എങ്ങനെയാണ് ഇവിടെ ഒരു മേൽവിലാസം ഉണ്ടാക്കുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. സീറോ റേഷൻ കാർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അത് APL ആയാലും BPL ആയാലും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഈ സീറോ റേഷൻ കാർഡിലെങ്കിലും അവർക്ക് ഒരല്പം ഭക്ഷണ സാധനങ്ങൾ ഉറപ്പാക്കാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ, വിശപ്പടക്കാൻ 2 തരി അരി ആ അടുക്കളയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ ആ കുരുന്നുകളും അവരുടെ മാതാപിതാക്കളും ഇന്ന് നമ്മുടെ കൂടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. പാർപ്പിടം, വസ്ത്രം, വിദ്യാഭ്യാസം, ഇത് 3ഉം ഉറപ്പുവരുത്താനാണ് ഭരണകൂടത്തെ നമ്മൾ വോട്ട് ചെയ്ത് അങ്ങോട്ട് കയറ്റിവിടുന്നത്. ഇവിടെ അന്തിയുറങ്ങാൻ, സുരക്ഷിതമായി ഇരിക്കാൻ ഒരു പാർപ്പിടമില്ലാതെ, ഉടുക്കാൻ വസ്ത്രമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെയാണ് ആ കുടുംബം മരണത്തിലേക്ക് നടന്നു പോകുന്നത്. ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ഒരു ചിരി ഇനിയും ഈ മണ്ണിൽ ബാക്കി ഉണ്ടാവും? ആ കുടുംബവും നമ്മുടെ കൂടെയുള്ള നമ്മുടെ പൗരന്മാരാണ് എന്ന് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഒരു നിമിഷം ചിന്തിച്ചിരുന്നുവെങ്കിൽ ആ കുരുന്നുകളും അവരുടെ മാതാപിതാക്കളും ഇന്നും നമ്മുടെ കൂടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ ചിരി ഇന്ന് ഈ മണ്ണിൽ ബാക്കി ഉണ്ടാകുമായിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പ് പിറവം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലെ ഐശ്വര്യ ഹോട്ടലിൽ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ CCTV ദൃശ്യങ്ങൾ നമ്മുടെ മാധ്യമങ്ങളിൽ ഇന്ന് പറന്ന് നടക്കുന്നുണ്ട്. കൈപിടിച്ച് ആ മൂത്ത മകൾ ഒരു മാലാഖയെ പോലെ, ഒരു പൂത്തുമ്പിയെ പോലെ തുള്ളിച്ചാടുന്നുണ്ട്. തോളിൽ കൈപിടിച്ച് കാഴ്ച പരിമിതിയുള്ള ഭാര്യ വിജിയുണ്ട്. വല്ലാത്തൊരു സങ്കടത്തോടെ അല്ലാതെ നമുക്ക് ആ ദൃശ്യം കണ്ടു നിൽക്കാൻ കഴിയില്ല. ഈ കുടുംബത്തിന്റെ അത്യന്തം സങ്കടകരമായ ഈ ഒരു അവസ്ഥയ്ക്ക്, ഈ ആത്മഹത്യക്ക് പിന്നിൽ ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഇവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള മുഴുവൻ ജനപ്രതിനിധികളുമാണ് എന്ന് പറയാൻ ഒരു മടിയും എനിക്കില്ല. ജനങ്ങളെയും അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളെയും കാണാതെ പോകുന്ന, വയലുകളിൽ മാത്രം ജനക്ഷേമം തപ്പുന്ന, കണ്ണടച്ചിരുട്ടാക്കുന്ന ജനപ്രതിനിധികളാണ് ഈ മരണങ്ങളുടെ യഥാർത്ഥ ഉത്തരവാദികൾ. അധികാരത്തിന്റെ AC മുറികളിൽ ഇരുന്ന് വലിയ വലിയ പദ്ധതികളെക്കുറിച്ചും വിദേശ മാതൃകകളെക്കുറിച്ചും പ്രസംഗിക്കുന്നവർ കേരളത്തിലെ താഴെത്തട്ടിലേക്ക് ഒന്ന് കണ്ണോടിക്കണം. റേഷൻ കാർഡും തിരിച്ചറിയൽ രേഖകളും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരു ആനുകൂല്യം കിട്ടാതെ, ഒരു കിറ്റ് പോലും വാങ്ങാൻ കഴിയാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്ന എത്രയോ മനുഷ്യർ ഇന്നും നമ്മുടെ ആഡംബര ജീവിതങ്ങൾക്ക് തൊട്ടടുത്ത് ജീവിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മുടെ സാമൂഹ്യാവസ്ഥയെക്കുറിച്ച് നമ്മൾ വീമ്പ് പറയാറുണ്ട്. അയൽക്കൂട്ടങ്ങളും സന്നദ്ധ സംഘടനകളും ജാഗ്രതാ സമിതികളും ഉള്ള നാട്ടിലാണ് ഈ ദുരന്തം നടന്നത് എന്നത് നമ്മളെ കൂടുതൽ ലജ്ജിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരുടെ പട്ടിണി കാണാൻ കഴിയാത്ത വിധം നമ്മുടെ കണ്ണുകൾ എന്നു മുതലാണ് ഇത്രയേറെ അന്ധമായി പോയത്? ഒരു കുടുംബം മുഴുവൻ ആത്മഹത്യയിലേക്ക് നടന്നു പോകുമ്പോൾ ആ വാർത്ത മാധ്യമങ്ങൾ വരുമ്പോൾ മാത്രം ചർച്ച ചെയ്യുന്ന
ഒരു വെറും കാഴ്ചക്കാരുടെ സമൂഹമായി നമ്മൾ മാറിപ്പോയിരിക്കുകയാണ്. ഇവിടെ വിശപ്പിന് രാഷ്ട്രീയമൊന്നുമില്ല, വിശപ്പിന് ജാതിയോ മതമൊന്നുമില്ല. പാവപ്പെട്ടവന്റെ വിശപ്പ് മാറാൻ കഴിയാത്ത എന്ത് വികസനമാണ് ഇവിടെ നമ്മൾ ആഘോഷിക്കേണ്ടത്, കൊട്ടി ആഘോഷിച്ച് നടത്തേണ്ടത്? കെട്ടിടങ്ങൾ, റോഡുകൾ, ഇതൊന്നും മാത്രമല്ല വികസനം എന്ന് പറയുന്നത്. അവസാനത്തെ മനുഷ്യന്റെ വയറും നിറയണം. കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബം കുറച്ചു മുമ്പ് സഹായം തേടി ചെന്നപ്പോൾ അവിടുത്തെ മനുഷ്യപ്പറ്റുള്ള കുറച്ച് പോലീസുകാർ അവരുടെ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അവർക്ക് വസ്ത്രങ്ങളും അവർക്ക് താമസിക്കാനുള്ള മുറിയും ഒരു വാടക വീടുമൊക്കെ കണ്ടെത്താൻ മുൻകൈ എടുത്തു എന്ന് പറയുന്നുണ്ട്. എന്നാൽ വാടക വീട്ടിലേക്ക് മാറേണ്ടിയിരുന്ന ദിവസമാണ് ഈ ദുരന്തം സംഭവിച്ചെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. ആ വാടക വീട്ടിൽ പിന്നീട് അങ്ങോട്ട് എങ്ങനെ അവർ കഴിഞ്ഞു പോകും, എങ്ങനെ വാടക കൊടുക്കും, എങ്ങനെ അവർ ജീവിക്കും? ഈ രണ്ട് ചെറിയ കുട്ടികൾ, കണ്ണ് കാണാത്തൊരു ഭാര്യ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേമ പെൻഷനോ മറ്റോ കിട്ടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് അർഹതയുള്ള കരങ്ങളിലേക്ക് ഇതൊന്നും എത്തുന്നില്ല. വ്യവസ്ഥിതികൾ പരാജയപ്പെടുമ്പോൾ മനുഷ്യത്വം കാണിക്കാൻ ചിലർ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ചുവപ്പ് നാടുകളിൽ കുരുങ്ങിയിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഒരു കുടുംബത്തെ ഒഴുക്കിക്കളഞ്ഞു എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇനിയെങ്കിലും ഈ നാട്ടിലെ അധികാരികൾ കണ്ണു തുറക്കണം. ഇനിയൊരു കുടുംബത്തിനും ഈ ഗതി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണത്. ചുവപ്പ് നാടുകളിൽ കുരുങ്ങിപ്പോയ നിയമങ്ങൾ കാലാനുസൃതമായി തിരുത്താൻ ഭരണകൂടം തയ്യാറാകണം. ആധാർ കാർഡും മേൽവിലാസവും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർ മനുഷ്യരാണ്, ഈ നാട്ടിലെ പൗരന്മാരാണ്. അവർക്കും വിശപ്പുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് ഭക്ഷണം എത്തിക്കാനുള്ള കാരുണ്യം ഈ വ്യവസ്ഥയിൽ കാണിക്കണം. അതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ ജനപ്രതിനിധികൾ എന്ന പേരിന് നിങ്ങൾ അർഹരല്ല. ഈ സമൂഹത്തിന് നിങ്ങൾ ഒരു ശാപമാണ്. ആ നിർധന കുടുംബത്തിന്റെ വിറങ്ങലിച്ച ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുമ്പോൾ തന്നെ ഈ നിഷ്ക്രിയമായ വ്യവസ്ഥകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. ആരും കാണാതെ പോയ, ആരും സഹായിക്കാതെ പോയ ആ മനുഷ്യരുടെ ആത്മാവിന് നമ്മളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനിയെങ്കിലും മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് കഴിയണം. ഈ ചട്ടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് മനുഷ്യന് വേണ്ടിയിട്ടാണ്. ഇവിടെ മനുഷ്യരെ ചട്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കുന്ന നിയമങ്ങൾ മാറ്റി എഴുതുക തന്നെ വേണം. Different angles. Don't forget to subscribe and support this channel.